വിവാഹം കഴിച്ചു. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു. ഓക്കെ, ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, ഇവർ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ഭാഗം ഒരു എഗ്രിമെൻ്റ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തു. അതിൻ്റെ താല്പര്യത്തിൽ എന്തെല്ലാം നടക്കുന്നു, അതിൻ്റെ താല്പര്യത്തിൽ എന്താണ് താല്പര്യം, ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അവരുടെ താല്പര്യം എന്താണ്. നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമാണെങ്കിൽ അവിടെ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അസ്തമിക്കണം, വേണ്ടേ? അവിടെ മതവും ഉണ്ടാകരുതും വിശ്വാസം ഉണ്ടാകരുതും യാതൊന്നും ഉണ്ടാകരുതും. നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ മതവും വിശ്വാസവും ഒന്നും ഉണ്ടാകരുത്. അതല്ല, മതത്തെ ഒപ്പിച്ച് ജീവിക്കാനാണ് അവർ ഒരുമിച്ചെങ്കിൽ മതത്തെ അനുസരിക്കണം. മനസ്സിലായ? അവിടെ എന്ത് താല്പര്യമാണ് അവിടെ അവരെടുത്തത്? മതത്തെ അനുസരിക്കാനാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധത്തിൻ്റെ ഭാഗത്താണ് ഈ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെൻ്റ് വെച്ചതാണ് അല്ലേ? അത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ ആ മതം പറയുന്ന കാര്യങ്ങളോട് അനുസരിക്കണം, വേണ്ടേ? എന്തോ മതം പറയുന്ന കാര്യം അനുസരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ആവുന്നുണ്ടോ? ഇല്ല, മതത്തിന് വേണ്ടിയിട്ടാണ്. അത് മതത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായ? അത് എല്ലാ മതത്തിനും, ഏത് മതവും മതത്തെ എടുത്തു കഴിഞ്ഞാൽ, മതത്തെ എടുത്താൽ മതത്തിന് വേണ്ടിയിട്ടാണ്, വ്യക്തിക്ക് വേണ്ടിയിട്ട് ആകത്തില്ല ഒരിക്കലും. മനസ്സിലായ? ഏത് മതം എടുത്തോ അത് മതത്തിന് വേണ്ടി, കാരണം മനുഷ്യന് വേണ്ടിയിട്ടെന്നുള്ള ഭാഗമാണെങ്കിൽ മതം എങ്ങനെയാണ്? മതത്തിനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, മനസ്സിലായത്? മതത്തിന് വേണ്ടിയാണ്. ജീവന് വേണ്ടിയിട്ടാണെങ്കിലും മതം എന്തിനാണ്? ജീവന് വേണ്ടിയിട്ട് മതമില്ല, മനസ്സിലായി? കാരണം മതമാണ് അവരെ വിവാഹം കഴിപ്പിച്ചത്, മനസ്സിലായി? കാരണം ഇവർക്ക് രണ്ടുപേർക്കുള്ള സ്വബോധത്തിലല്ല, മനസ്സിലായ? മതത്തിൻ്റെ തീരുമാനത്തിലാണ് വിവാഹം കഴിച്ചത് അല്ലേ? അപ്പോൾ അത് മതത്തിന് വേണ്ടിയിട്ടാണ്. അത് വ്യക്തികൾ തമ്മിലാണെങ്കിൽ ആ വ്യക്തികൾ പരസ്പരമുള്ള ബന്ധത്തിലല്ലേ?